യാ എന്തുണ്ട് ഗൈസ്? ഞാൻ വന്നിട്ടുള്ളതേ എനിക്ക് ഇന്ന് ചെറുതായിട്ടൊരു എച്ചിക്കൊതി, അതായത് ഒരു ഫ്രൈഡ് ചിക്കൻ തിന്നാനുള്ളൊരു കൊതി. പണ്ടാരോ പറഞ്ഞ പോലെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ സാധിച്ചു കൊടുക്കണം. അപ്പം തൽക്കാലം ഇപ്പോൾ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങി. ഒരു ഫ്രൈഡ് ചിക്കൻ വാങ്ങാൻ പോകുന്നൊരു പ്രശ്നമാണ് ഈ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയില്ലേ? അതേ ചോദ്യമാണ് എൻ്റെ ട്രൂ ലവ് എന്നോട് ചോദിച്ചത്. എന്നാണെങ്കിൽ ഇതിലൊന്നും ഞാൻ തളരില്ല ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ കടയുടെ വാതിക്ക് ഗൈസ് ഞാൻ ഓർഡറൊക്കെ കൊടുത്തു. പക്ഷേ ഒരു കാര്യം, എനിക്ക് 6 പീസായിരുന്നു വേണ്ടത്. പക്ഷേ അവിടെ 6 പീസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. എന്നാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ അല്ലാതെ ഞാനിന്ന് വീട്ടിലോട്ടില്ല. എന്നാൽ നമുക്ക് കുറച്ച് ഉലാത്തിയിട്ട് ഗൈസ് അവിടുന്ന് വെയിറ്റിംഗ് ടൈം പറഞ്ഞതുകൊണ്ട് ഞാനിവിടുന്ന് നേരെ നമ്മുടെ പാർക്കിലേക്ക് എത്തി. കുറച്ച് നേരം അവിടെ ഇരിക്കാം. ഞാൻ എൻ്റെ മൈക്ക് എടുക്കാൻ മറന്നുപോയി ഗൈസ്. സൗണ്ട് ഭയങ്കര അലമ്പായിരിക്കും. ദിസ് ഇസ് ദ പാർക്ക്. ഞാൻ അറ്റത്തേക്കൊന്നും പോകുന്നില്ല, അത്യാവശ്യം ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഉലാത്തിൽ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കടയിലെത്തി. അപ്പം അതാ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കടയുടെ പ്രത്യേകത നമുക്കിഷ്ടമുള്ള പീസ് നമുക്കായിട്ട് ചൂസ് ചെയ്യാം. അപ്പം പിന്നെ നോക്കിയില്ല, ഉള്ള ഏറ്റവും മുഴുത്ത പീസ് തന്നെ നോക്കി അതിൻ്റെ സന്തോഷത്തിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാനില്ലേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉലാത്തി വീട്ടിലേക്ക് പോവുകയാണ്. ഓരോ വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊന്നും കാണാൻ ഞാൻ കയ്യിൽ ഫ്രൈഡ് ചിക്കൻ ഇരിക്കുമ്പോഴാണ് കാഴ്ചകൾ കാണാൻ. പിന്നെ എന്നെങ്കിലൊക്കെ ഒരു പ്രഹസനം കാണിച്ചില്ലെങ്കിൽ ശരിയാവോ? ഏത് പിന്നെ എൻ്റെ വീഡിയോ എടുത്തു തരാൻ ആരില്ലാത്തതുകൊണ്ട് സ്വന്തമായി ക്യാൻഡിൽ എടുത്തുകൊണ്ട് വരുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണോ എന്തോ ആർക്കറിയാം. അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തിൽ നിങ്ങൾക്ക് കാണാനില്ലേ. ഫൈനലി ഇവനെ ഞാൻ അകത്താക്കുമ്പോൾ ഇവനെ കഴിക്കാനാണ് ഞാൻ ഇത്രയും കൊതി പിടിച്ച് പോയത്. പിന്നെ ഫ്രൈഡ് ചിക്കൻ കൈ കിട്ടിയ പിന്നെ ഞാൻ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല കേസ്. അപ്പം ഇനി എന്നാന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് പോയേ. അപ്പോൾ ഇവനെ ഫുള്ളൊന്ന് അകത്താക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.